സന്നിധി തന്നിൽ നായക എന്നും. ഗുഡ് മോർണിംഗ്. പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നതായ വിഷയം ദൈവത്തിൻ്റെ നാമം. തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. കർത്താവിൽ പ്രിയരെ, കുഞ്ഞാടിൻ്റെ പട്ടണമായ സിയോൻ പർവ്വതത്തിൽ യേശുവായ കുഞ്ഞാടിനൊപ്പം ഒരു ചെറിയ സംഘം നിൽക്കുന്നത് നാം കാണുന്നതായ ഒരു ചിത്രമാണ് ഇവിടെ ആയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 48-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം ഇപ്രകാരം പറയുകയാണ്: മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവും ആകുന്നു. ഇവിടെ സിയോനിൽ നിൽക്കുന്നതായ ദൈവത്തിൻ്റെ ജനം, ആ ജനത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ നിലയങ്കി വെളുപ്പിച്ചെടുത്തവർ ആകുന്നു എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന ഈ ചെറിയ സംഘം, അവർ മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും വിജയം കൈവരിച്ച് നേടി വന്നിരിക്കുന്നവരാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. മഹാകഷ്ടത്തിൽ നിന്നും കടന്നു വന്ന 1,44,000 പേർ, ഇവർക്ക് മൃഗത്തിന്റെ മുദ്ര കിട്ടാതെ പോയത് എങ്ങനെയാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിൽ, സത്യവേദ പുസ്തകം ഇങ്ങനെ പറയുന്നു: മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രവനല്ലാത്ത വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയരെ, ദൈവം തൻ്റെ ജനത്തെ അവരുടെ നെറ്റിയിൽ മുദ്രയിടുന്നതായ ആ ഭാഗത്തെക്കുറിച്ചും നാം മനസ്സിലാക്കുകയാണ്. ദൈവത്തിൻ്റെ ജനത്തെ എത്രത്തോളം ദൈവം അത് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഇവിടെ നാം അത് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മൃഗത്തിൻ്റെ മുദ്ര എന്നത് മൃഗത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരുവൻ്റെ പേര് അവൻ്റെ സ്വഭാവവുമായി സാമ്യമുള്ളതാണെന്നും ഞാനിവിടെ തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നാമം ഉണ്ടായിരിക്കുക എന്നാൽ അവൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ്റെ വചനം തന്നെയാകുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വചനം ദൈവമായിരുന്നു എന്ന് തന്നെയാണ് അപ്പോസ്തലനായ യോഹന്നാനും യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഉച്ചരിച്ചതും എഴുതിയതുമായ അവൻ്റെ കൽപ്പന അവൻ്റെ സ്വഭാവം കൂടിയാണ് എന്ന് നമുക്ക് നിഗമനം ചെയ്യുവാൻ സാധിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. യിരെമ്യാവ് പുസ്തകം അതിൻ്റെ 31-33 പ്രകാരം അത് പറയുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ സ്വന്തം കൈവിരലുകളാൽ എഴുതി തന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ 10 കൽപ്പനയുടെ ഹൃദയഭാഗത്ത് ശബത നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന കൽപ്പനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു നാം മനസ്സിലാക്കുന്നു. അന്ത്യകാലത്തിൽ ഒരു പ്രത്യേക വിധത്തിൽ ദൈവത്തിൻ്റെ മുദ്രയെ പ്രതിനിധീകരിക്കുന്നത് നാം വെളിപ്പാട് പുസ്തകത്തിൽ 13-16 നിന്നും അത് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇത് നിയമസിദ്ധാന്തമല്ല. ഒരു കൽപ്പന അനുസരിക്കുന്നതിലൂടെ രക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ അത് ക്രിസ്തുവിലൂടെ മാത്രം സാധ്യമാകുന്നു എന്നുള്ളത് നാം അറിയുന്നു. ദൈവത്തിൻ്റെ രക്ഷയുടെ ദാനത്തിൽ ഉൾപ്പെടുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിൻ്റെ ത്യാഗവും നമ്മുടെ സ്വഭാവത്തെ
ക്രിസ്തു രൂപാന്തരപ്പെടുത്തതായ ഒന്നുമാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ രൂപാന്തരം, സ്വഭാവ രൂപീകരണം, അതായത് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ്റെ കൽപ്പന എഴുതി തരുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് നാം വിളിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ പ്രക്രിയയാണ് ഈ കാലാവസാനത്തിൽ 1,44,000 പേരിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതായി നാം അറിയുന്നത്. ഇതൊക്കെ തന്നെയും നാം ഈ നാളുകളിൽ നമ്മുടെ ലോകത്തിൽ ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ളതായ സ്വാതന്ത്ര്യം നമുക്ക് സർവശക്തനായ ദൈവം നൽകിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എൻ്റെ ശിഷ്യന്മാർക്കിടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക എന്ന്. തീർച്ചയായിട്ടും സർവശക്തനാം ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അനേകരിലൂടെ, അനേകം സംഭവവാസങ്ങളുടെ നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നു. കൃപയാൽ നാം അത് തിരിച്ചറിയുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നതിൽ നാം തീർച്ചയായിട്ടും മുന്നിട്ട് നിൽക്കേണ്ടതും ആവശ്യമാകുന്നു. ഇവിടെ പറയുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ കൃപയിൽ നിലകൊണ്ട് നിൽക്കുവാനുള്ളതായ അനുഗ്രഹം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹപ്പെട്ടതായ ഈ ഒരു പ്രഭാതത്തിൽ ഈ തിരുവചനങ്ങൾ അടിയങ്ങളെ കേൾപ്പിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കുറവുള്ളവരാണ്, കുറ്റങ്ങളുള്ളവരാണ്. ദൈവം അടികളുടെ കുറവുകളെ, കുറ്റങ്ങളെ കണക്കിടാതോണം സർവശക്തനായ ദൈവം ഞങ്ങളെ കർത്താവെ അങ്ങയുടെ ദൈവനാമ മഹത്വത്തിനായി എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമേ, ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നതായ ഓരോ ദൈവമക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ആവശ്യങ്ങളെ സർവശക്തനായ ദൈവം അറിയുന്നുവല്ലോ. ദൈവഹിതമെങ്കിൽ അതൊക്കെയും തക്ക സമയത്ത് അവർക്ക് നിറവേറ്റുവാൻ തക്കുള്ളതായ മുഖാന്തരങ്ങളെ ഒരുക്കും. അതിനായി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.